ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ്. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമായ എംപയർ മോട്ടോഴ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് സെൻസർ വർക്കാവാതെ വരികയാണെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. സൈഡ് സ്റ്റാൻഡ് സെൻസർ എന്താണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഇടുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ ഓഫായി പോകുന്നതാണ്. സൈഡ് സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണിത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്ന മോഡൽ വണ്ടിയാണ് നിങ്ങളുടെ എങ്കിൽ സ്റ്റാൻഡിന് തൊട്ട് മുകളിലായിട്ട് സെൻസർ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി കാണാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സ്റ്റാൻഡിന് തൊട്ട് മുകളിലായിട്ട് ഈ കാണുന്നതാണ് സൈഡ് സ്റ്റാൻഡ് സെൻസർ. 4ന്റെ 2 അലങ്കി ബോൾട്ടുകൾ കൊണ്ടാണ് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ സൈഡ് സ്റ്റാൻഡ് എടുത്തു വെച്ചിരിക്കുന്ന സമയത്തെല്ലാം ഈ ഒരു സ്വിച്ച് പ്രസ് ആവാതെ നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ സൈഡ് സ്റ്റാൻഡ് ഇട്ട് വെച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് പ്രസ്സായി നിൽക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ സെൻസറിലെ സ്വിച്ച് പ്രസ്സായി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഗിയർ ഇടുന്നതെങ്കിൽ വണ്ടിയിലെ കറണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ കട്ടാവുന്നതാണ്. അങ്ങനെയാണ് വണ്ടി ഓഫായി പോകുന്നത്. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉള്ള വണ്ടികളിൽ സ്റ്റാൻഡ് ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടി ഓഫ് ആവാതിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ സൈഡ് സ്റ്റാൻഡ് സെൻസർ കംപ്ലൈന്റ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ സൈഡ് സ്റ്റാൻഡ് സെൻസറിന്റെ വയർ എവിടെയെങ്കിലും കട്ടായതുകൊണ്ടും ആവാം. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഘടിപ്പിച്ചിരിക്കുന്ന അലങ്കി ബോൾട്ട് ലൂസ് ആവുകയോ ഇളകി പോവുകയോ ചെയ്താലും ഇത് വർക്കാവാതെ ഇരിക്കുന്നതിന് കാരണമാണ്. സൈഡ് സ്റ്റാൻഡിന്റെ പ്ലേറ്റോ എവിടെയെങ്കിലും തട്ടി ബെൻഡ് ആവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാലും സൈഡ് സ്റ്റാൻഡ് സെൻസർ വർക്കാവാതിരിക്കുന്നതിന് അത് കാരണമാണ്. സൈഡ് സ്റ്റാൻഡ് സെൻസർ നിങ്ങളുടെ വണ്ടിയിൽ വർക്കാവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടാവാം. ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.